ഈ തെരഞ്ഞെടുപ്പ് ചൂടിൽ ശരിക്കും ചൂട് ഒരു വിഷയമാകുമോ? അതിനുള്ള ആൻസർ കുറവാണ്. ചൂട് മനുഷ്യനെ ബാധിക്കുമെങ്കിലും അതിൻ്റെ ഉത്തരവാദിയാണോ മനുഷ്യൻ? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നൂറ്റാണ്ടിൻ്റെ പ്രളയം കഴിഞ്ഞ് ജീവിതം വീണ്ടും പടുത്തുയർത്തുന്ന കാലത്താണ് ഇലക്ഷൻ വരുന്നത്. ഈ ഇലക്ഷൻ കാലത്ത് തന്നെയാണ് അത്രയേറെ ചൂട് നമ്മൾ അനുഭവിക്കുന്നത്. ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ മുന്നറിയിപ്പ് പ്രകാരം രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുത് എന്നാണ്. സൂര്യാഘാതമുണ്ടായ വാർത്തകൾ കൂടെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചതാണ്. ഇപ്പോഴും നല്ല ചൂട് തന്നെ, ജലാശയങ്ങൾ ഇങ്ങനെ വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചൂട് കൂടെ നമ്മൾ ഈ ഇലക്ഷനിൽ ചർച്ച ചെയ്യേണ്ടത് ഉണ്ടോ? അതാണ് കാര്യം. ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന 10 പ്രശ്നങ്ങളെടുത്താൽ അതിലൊന്ന് ആഗോളതാപനം തന്നെയാണ്. അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതുമാണ്. ഈ ചൂട് സഹിക്കാൻ നമ്മൾ എത്രത്തോളം പാടുപെടുന്നുണ്ട്? അടുത്ത വർഷമാകുമ്പോൾ ഇതിലും കൂടുതലാകാനേ ചാൻസ് ഉള്ളൂ. ആഗോളതാപനത്തെക്കുറിച്ചുള്ള വിക്കിപീഡിയ പേജ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ കാരണങ്ങളും പ്രത്യാഘാതങ്ങളും എന്തൊക്കെയാണ്. ലോകത്ത് ഇതിൻ്റെ പേരിൽ ചർച്ചകളും അതിനെ നേരിടാനുള്ള കാര്യങ്ങളും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോഴും വികസനത്തിൻ്റെ പേരിലാണ് വോട്ട് ചോദിക്കുന്നത്. തീർച്ചയായും വികസനം വേണം. മെച്ചപ്പെട്ട ജീവിതം മനുഷ്യർക്ക് നൽകാനുതകുന്ന യാത്രാ സൗകര്യങ്ങളും ആശുപത്രിയും ഒക്കെയുള്ള വികസനം തന്നെ വേണം. പക്ഷേ വികസനം എന്നത് വലിയ കെട്ടിടങ്ങൾ മാത്രമാണ് എന്ന് കരുതുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് നിലനിൽപ്പിൻ്റെ കൂടെ കാര്യമാണ്. പരിസ്ഥിതി സൗഹാർദ്ദമായ എത്ര വികസന പദ്ധതികൾ നമുക്കിടയിൽ വരുന്നുണ്ട്. മലിനീകരിക്കപ്പെടുന്ന പരിസ്ഥിതിക്ക് വേണ്ടി എത്ര നേതാക്കൾ പറയുന്നുണ്ട്. മരം വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചു തുടങ്ങിയ നേതാവും കഴിഞ്ഞ ഇലക്ഷനിൽ നമുക്കുണ്ടായിരുന്നു. നമ്മൾ നിൽക്കുന്ന ഇടത്തെക്കുറിച്ചുകൂടെ നമ്മൾ സംസാരിക്കണം. ദുസ്സഹമാവുന്ന ജീവിത സാഹചര്യങ്ങൾക്ക് ഉത്തരവാദി നമ്മൾ തന്നെയാണ്. മതനിരപേക്ഷ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ, വർഗീയതയെയും തീവ്രവാദത്തെയും എതിർക്കുമ്പോൾ നമ്മുടെ നിലനിൽപ്പിൻ്റെ കേന്ദ്രമായ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് കൂടെ നമ്മൾ സംസാരിക്കണം. നേതാവ് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഈ ചൂടിനെക്കുറിച്ചുകൂടെ സംസാരിക്കേണ്ടതുണ്ട്. ജനാധിപത്യത്തിൻ്റെ ലോകത്ത് ഓരോ വോട്ടും ചെയ്യേണ്ടത് പൗരൻ്റെ കടമയാണ്. നിങ്ങൾ ഓരോരുത്തരും തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാവുക. നല്ലൊരു നേതൃനിര നമുക്ക് ലഭിക്കും എന്ന പ്രത്യാശയോടെ നിങ്ങളുടെ സമ്മതിദാനാവകാശം നല്ല രീതിയിൽ വിനിയോഗിക്കുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.